അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ നല്ല രാത്രിയാണല്ലോ, ഇരുട്ടാണ്. അപ്പോൾ രാത്രി അവിടെ ഒരു 8 മണിയോളം ആയിട്ടുണ്ട്. അതിന് മുമ്പ് ആഹാരം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പോൾ അവിടെ ആഹാരം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്, ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. പോകുമ്പോഴാണ് രാത്രിയിലെ ആ ബീജിങ്ങിൻ്റെ ആ സ്റ്റൈല് കാണുന്നത്. ലൈറ്റുകളും ഉള്ള കെട്ടിടങ്ങൾ മുഴുവൻ. കാരണം അതുവരെ രാത്രി ഇത് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. പക്ഷേ ഇത് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. ബീജിങ്ങിൻ്റെ പ്രധാന തെരുവുകളിലൂടെ ഞങ്ങളങ്ങനെ യാത്ര ചെയ്യുകയാണ്. കാണേണ്ട കാഴ്ചയാണ്. കെട്ടിടങ്ങളിലെല്ലാം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് വെച്ചേക്കാണ്. എവിടെ നോക്കിയാലും വെളിച്ചം, പല നിറങ്ങളിലുള്ള വെളിച്ചം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ നേരെ പോയി ആഹാരം കഴിക്കാനുള്ള ഹോട്ടലിനടുത്ത് ബസ് കൊണ്ടൊന്ന് നിർത്തി ഞങ്ങളവിടെ ഇറങ്ങി. ഇറങ്ങിയപ്പോഴാണ് അവിടെ ഒരു കാഴ്ച കാണിക്കുന്നത്. ഒരു വലിയ മേൽത്തട്ടെന്ന് പറയുന്നത് നല്ല ഉയരത്തിലുള്ള ഒരു തട്ടാണ്. ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂര പോലുള്ള ഒരു ഫ്ലാറ്റായിട്ടുള്ള തട്ടാണ്. അത് വളരെ നീളത്തിലാണ്. അവിടെ പല കളറുകളിങ്ങനെ അടിച്ചു വരികയാണ്. മുകളിൽ പടം വരച്ചേക്കുന്നത് പോലെ കാണിക്കുന്നത്. മീനുകൾ ഓടി നടക്കുന്നു, അങ്ങനെ ഇതൊക്കെ. അത് കണ്ടതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ വളരെ രസകരമായ കാഴ്ചയാണ്. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ആഹാരം കഴിക്കാൻ സമയം പോയി, നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ വന്ന് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയി. ആഹാരമൊക്കെ കഴിച്ചു. അവിടെ വന്ന് വളരെ നല്ല രീതിയിലുള്ള ഫുഡായിരുന്നു. അതുമെല്ലാം കഴിച്ച് ഞങ്ങൾ തിരികെ ഈ പറഞ്ഞ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ ഈ പടങ്ങളൊന്നും കാണാനില്ല. വേറെ കുറേ തീ കത്തുന്നത് പോലുള്ള കാര്യങ്ങളാണ് അതിൽ കാണുന്നത്. പിന്നെ കിട്ടിയത് ഞാൻ അതിൽ നിന്ന് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആദ്യമുള്ള കണ്ട കാര്യങ്ങൾ വേണമായിരുന്നു അത് നമുക്ക് എടുക്കാൻ. അത് പറ്റിയില്ല. അപ്പോൾ ഞാനപ്പോൾ ബസ്സിൽ കയറി. അപ്പോൾ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു 2-3 പേര് ഇതുപോലെ താമസിച്ച് 1 മണിക്കൂറോളം പോയി. നാളെ രാവിലെ എയർപോർട്ടിൽ പോകേണ്ടതാണ്. ഫ്ലൈറ്റ് നിങ്ങളുടെ ഒന്നും സമയത്തിന് അവിടെ കിടക്കുകയില്ല. അതുകൊണ്ട് 5 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. ആ 5 മണിയാവുമ്പോൾ എല്ലാവരും ബസ്സിൽ കയറണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ടും പറഞ്ഞ് സമ്മതിപ്പിച്ചു. അത് ഇല്ലാത്തവർ ഒരു കാര്യം ചെയ്താൽ മതി, കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ടാക്സി വിളിച്ച് അങ്ങ് പോരണം എയർപോർട്ടിലേക്ക്. ഞങ്ങൾ ഏതായാലും ശരി, ഞാൻ 5 മണിക്ക് ബസ്സിൽ അവിടെ കയറണം. അതല്ലാതെ താമസിക്കുന്ന ഇടപാടേ ഇല്ല. അതിനൊക്കെ ആരെയും കാത്തിരിക്കാനും പറ്റത്തില്ല. എല്ലാവരും അവിടെ വന്നോണം. അവിടെ ഹോട്ടലിൻ്റെ കീയും കൊടുത്തിട്ട് നേരെ വന്ന് ബസ് കയറിക്കൊണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ വീർപ്പിച്ച് കെട്ടിയാക്കിയിരുന്നു. കാരണം ഞാൻ ഇത്രയും വളരെ ഒരു ദേഷ്യത്തിലാണ് ഞാൻ സംസാരിച്ചത്. കാരണം എനിക്കത് ഒരുപാട് വല്ലാതെ എനിക്ക് തോന്നി ഇത്രയും താമസിച്ചപ്പോൾ. അപ്പോൾ താമസിച്ചെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളൊക്കെ അല്ലേ, അവർ കാണുമ്പോൾ പല കാര്യങ്ങൾ കാണും പോകുന്നിടത്ത് ഈ പർച്ചേസിന്. അപ്പോൾ ഓരോരുത്തരത്തോട് തിരിഞ്ഞങ്ങ് പോവും. അവർ ഈ സമയം പാലിക്കുന്നതൊക്കെ അവർ ഇച്ചിരി കഴിഞ്ഞു, ഇത്രയല്ലേ ആയുള്ളൂ, എന്ന് വിചാരിച്ചങ്ങ് നടക്കും. വളരെ അപകടകരമായ ഒരു കാര്യമാണ് അത്, നമ്മൾ ദൂരെ പോകുമ്പോൾ ഇതുപോലെ. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞു, ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഹോട്ടലിൽ എത്താറായി കഴിഞ്ഞപ്പോൾ നസീർ പറഞ്ഞു, എല്ലാവരുടെ അടുത്തുമായിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യമുണ്ട്. അപ്പോൾ ഗ്രീൻ ഹാവൻ്റെ നസീർ പറഞ്ഞു, നമുക്ക് അവിടെ ഹോട്ടലിൽ ചെന്നിട്ട് ആ ലോബിയിൽ എല്ലാവരും കുറച്ച് നേരം ഒന്ന് ഇരിക്കണം. കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്കൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് പിരിയാം, അങ്ങനെ പോകാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അതനുസരിച്ച് നേരെ. അപ്പോൾ മെയ് 24 രാത്രിയാണ്, അതായത് മെയ് 25 എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനത് ഓർത്ത് പോലുമില്ല. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ഈ ലോബി ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുക. എല്ലാവരും ലോബിയിലായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. കാരണം അപ്പോൾ ഇവനെ ഓടി നടക്കുക, ഈ നസീർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ഡെസ്റ്റിനേഷൻ്റെ മാനേജരും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക. ഞാൻ ചോദിച്ചു, ഇവരെന്ത് ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവൻ എവിടെ പോകുന്നത്? ഇത് ഇനി ഇപ്പോൾ 10 മിനിറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നു. 10 മിനിറ്റായി. ഇനിയിപ്പോൾ ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ എണീറ്റ് പോകും എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ചിരിക്കുന്ന അല്ലാതെ ഒന്നും പറഞ്ഞില്ല. അന്നേരമാണ് ഏതാണ്ട് ഈ ഒരു മേശയൊക്കെ അവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ടു ആ ലോബിയിൽ. അതിൻ്റെ പുറത്ത് ഒരു വലിയ മനോഹരമായിട്ടുള്ള ഒരു കേക്ക് കൊണ്ടുവച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ ഇത്രയും ദേഷ്യപ്പെട്ടെങ്കിൽ പോലും എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി
ഇവരെല്ലാം കൂടെ മെനക്കെട്ട് വന്നേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അന്നേരമായി എനിക്കത് പിടികിട്ടുന്നത്. എൻ്റെ തലയിലൊരു തൊപ്പിയൊക്കെ കൊണ്ടുവച്ചു. എനിക്ക് ആകെപ്പാടെ വിഷമം. കാരണം ഇങ്ങനൊന്നും ഞാൻ ഇതിനൊന്നും നിന്ന് കൊടുത്തിട്ടില്ല. കൊടുത്തു. അവിടെ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് വളരെ. അപ്പം നോക്കിയപ്പോൾ എന്താ, ഈ എൻ്റെ മോള് ഇവിടുന്ന് കൊടുത്തയച്ച, അല്ലിമോള് കൊടുത്തയച്ച ഒരു വലിയ ബൊക്കെ, അത് കൊടുത്തയച്ച അവിടെ വിളിച്ച് പറഞ്ഞതാണിത്. ആ കുട്ടി വിളിച്ച് ഇവരുടെ അടുത്ത് പറഞ്ഞതാണ്, ഈ ഗ്രൂപ്പിലോട്ട് വിളിച്ച് പറഞ്ഞതാണ്. ഇത് ഈ നസീറിനൊക്കെ അറിയാം, നസീറിനൊക്കെ വിളിച്ച് പറഞ്ഞതാണ് ഇന്നതുപോലൊരു കാര്യം ചെയ്യണം, ഇതാണ്. അന്നേരം അവരങ്ങനെ അറിഞ്ഞിട്ട് അവരാരും മിണ്ടാതെ എല്ലാവരും ടൈറ്റ് ലിപ്ഡാണ്. ബാക്കി എല്ലാവർക്കും അറിയാം, എനിക്ക് മാത്രമേ ഉള്ളൂ ഇതറിയാൻ വയ്യാതെ. എനിക്കും വൈഫിനും അറിയത്തില്ല ഇത്, ബാക്കി എല്ലാവർക്കും അറിയാം. അങ്ങനെ മോൾ കൊടുത്തയച്ചതാണ് അല്ലിമോൾ ഫ്രം കൊച്ചി എന്ന്, എറണാകുളം എന്നും പറഞ്ഞിട്ട് ഒരു വലിയ ബൊക്കെ. വളരെ നല്ല നല്ല ഫ്ലവേഴ്സാണ് ഉള്ളത്. അത് അവിടെ ഇഷ്ടമാതിരി കിട്ടുമായിരിക്കും. അത് എന്തോ നല്ല ഒരു ബൊക്കെ. ആ ബൊക്കെ കൊണ്ടുവരാൻ ഈ മാർഗമില്ലാത്ത സങ്കടമായിരുന്നു. അതുപോലെ അത് ആ ഹോട്ടൽ മുറി വെച്ചിട്ടാണ് വന്നേ. അങ്ങനെയുള്ള ഒരു ബൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്തു. എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. കുറേ പേര് വന്ന് ഈ കേക്കൊക്കെ എടുത്ത് എൻ്റെ മുഖത്തൊക്കെ തേച്ചു കേട്ടോ. അപ്പോൾ വളരെ വലിയൊരു ആഘോഷമായിരുന്നു അത്. ഏതായാലും അത്രയും നല്ല രീതിയിൽ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടേ ഇല്ല. വളരെ വളരെ വലിയൊരു ആഘോഷമായിരുന്നു അത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 70ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് വളരെ വലിയൊരു ആഘോഷം. അത് ചൈനയിൽ ബീജിങ്ങിൽ വെച്ചാണ് നടത്തിയത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് പിന്നെ ആഘോഷിച്ചു കേട്ടോ. പിള്ളേരൊക്കെ അതുപോലെ ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നു. മക്കൾ രണ്ടും കൂടെ ഇവിടെ അത് അറേഞ്ച് ചെയ്തു, നടത്തി. വളരെ ഗംഭീരമായിട്ടൊക്കെ നടത്തി. ബന്ധുക്കൾ മാത്രം, വീട്ടുകാരെ മാത്രം വിളിച്ചു. എല്ലാവരും ഉണ്ട്. എൻ്റെ 1-2 ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ നസീറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവിടെ ഇങ്ങനെ ഒരു അതിശയം കൂടെ നടന്നു. വളരെ വലിയ ആഘോഷമായിരുന്നു ബർത്ത്ഡേ ഉള്ളത്. വളരെ വളരെ നല്ലതായിട്ട് അതും നടത്തി. ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒക്കെ രാത്രി താമസിച്ചാണ് മുറിയിലേക്ക് പോയത്. ഇത് പിറ്റേന്ന് രാവിലെ തന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ചെന്ന് വന്ന് നോക്കുക. ഇത് ബസ്സിലേക്ക് നോക്കുമ്പോൾ കംപ്ലീറ്റ് ആൾക്കാർ ബസ്സിലുണ്ട്. അപ്പം അറിയാം, ഇതറിയാൻ വയ്യതുകൊണ്ടല്ല. അതായത് ഇത് കിട്ടിയില്ലേ വണ്ടി കിട്ടത്തില്ല, ഫ്ലൈറ്റ് നമുക്ക് വേണ്ടി കാത്തു കിടക്കത്തില്ല, അതങ്ങ് പോവും. അതേ പേർക്കൊക്കെ അറിയാം. അപ്പോൾ നോക്കുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബീജിങ് എയർപോർട്ടിലേക്ക് പോവാണ്. ബീജിങ് എയർപോർട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് എയർപോർട്ടിൽ പോയി പിന്നെ ഒരു ക്യൂ നിൽപ്പാണ്. അങ്ങ് നിൽക്കുകയാണ്. ഈ പേരനുസരിച്ച് ഈ പറഞ്ഞതുപോലെ തിരിച്ചിങ്ങോട്ട് വന്ന് കയറിയല്ലോ, അതേപോലെ പേരനുസരിച്ച് ഇങ്ങനെ നിൽക്കണം. നിന്ന് കഴിഞ്ഞ് അത് അങ്ങനെ നോക്കുക. അങ്ങനെ നിന്ന് ഞങ്ങളുടെ ടേൺ വന്നു. ഞങ്ങൾ നേരെ വളരെ ഒരുപാട് താമസിച്ചു. ഏതാണ്ട് 1.5 മണിക്കൂറോളം 2 മണിക്കൂറോളം ക്യൂ നിന്നാണ് ഞങ്ങളുടെ ആ ടേണായി ഞങ്ങൾ കയറിയത്. കയറി കഴിയുമ്പോൾ ഈ എമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം വിശദമായ ഒരു ദേഹപരിശോധനയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലുള്ള വളരെ വലിയ ദേഹപരിശോധന അങ്ങ് നടത്തി നീറ്റായിട്ട്. അപ്പം അത് ആ നസീർ പറയുന്നത് ഞാൻ ആണാന്നോ പെണ്ണാന്നോ എന്നെല്ലാം പരിശോധിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. ഇതും കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മുടെ ഡോക്ടർ സജിത്ത് അനങ്ങാതെ കാല് വയ്യ അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം കാല് വയ്യ, അതായത് ഈ വാക്സിൻ, ഈ കോവിഡിൻ്റെ വാക്സിൻ എടുത്ത് 3ാമത്തെ ആ ബൂസ്റ്റർ ഡോസ് എടുത്തു കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പറ്റി. അദ്ദേഹം നിന്നുകൊണ്ട് പതുക്കെ ആത്മകഥം പോലെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ഉണ്ട്, പറയുന്നത് എന്തോ അറിയാം. ആ കൊച്ചുങ്ങളെ വിളിച്ച് ഒന്നുകൂടെ തടവിപ്പിച്ചാലേ കാര്യമൊക്കെ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും നല്ല യാത്രയായിരുന്നു. ഞങ്ങൾ അവിടുന്ന് വിട്ടു, കോലാലംപൂരിലെത്തി. കോലാലംപൂരിൽ നിന്ന് നേരെ ഞങ്ങൾ കൊച്ചിയിലെത്തി.